ഹായ് ഗൈസ്. അപ്പൊ നമ്മള് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ ലൈൻ ഇന്റഗ്രൽ അല്ലെ, സിംഗിൾ ഇന്റഗ്രലിനെ കുറിച്ചിട്ടായിരുന്നു. സോ അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടി പുതിയ കൺസെപ്റ്റുകൾ നമ്മൾ പറയാൻ പോവാണ്. സോ ഇത് നമ്മൾ ഒരു ഒരു ഫംഗ്ഷൻ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയന്റെ അതിന് എത്ര ടൈപ്സ് ഓഫ് വേർതിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കൊരു നമ്മളെ റീജിയൻസിനെ വേർതിരിക്കുന്നതിന്റെ ഒരു മാനദണ്ഡമാണ് കണക്ടിവിറ്റി ഓഫ് എ റീജിയൻ എന്ന് പറയുന്നത്. ഈ കണക്ടിവിറ്റി ഓഫ് എ റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നമുക്കറിയാം കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ. അതിൽ തന്നെ ഈ കണക്ടിവിറ്റി തന്നെ സിമ്പിൾ കണക്റ്റഡ് അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു റീജിയൻ നമുക്ക് പിക്ചർ വെച്ച് പറയാം. ഒരു റീജിയൻ കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു റീജിയൻ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റീജിയൻ എ എന്ന് പറഞ്ഞ റീജിയൻ ആണ്. സോ ഇവിടെ ഈ ഒരു റീജിയൻ ഒക്കെ നമ്മളിതൊരു ആർട്ടുള്ള റീജിയൻ എടുത്തു. ഇത് കണക്റ്റഡ് ആവണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഒരു റീജിയനിലെ ഏതൊരു രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ക്ലോസ് ഒരു കേവ് വരയ്ക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ ഒരു കണക്റ്റഡ് കേവ് വരയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആ റീജിയൻ എന്ത് പറയും? കണക്റ്റഡ് റീജിയൻ എന്നാണ് പറയാം. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണക്ടിവിറ്റി ഓഫ് റീജിയനിൽ ഒരു റീജിയൻ കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് എവരി പെയർ ഓഫ് പോയിന്റ് എ ആൻഡ് ബി, നമ്മൾ ആ റീജിയനിൽ ഏത് രണ്ട് പോയിന്റ് എ ആൻഡ് ബി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ പോയിന്റിനെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പീസ് വൈസ് സ്മൂത്ത് കേവ് നമുക്ക് വരയ്ക്കാൻ കഴിഞ്ഞാൽ, അത് കേവ് വരയ്ക്കാൻ മാത്രമല്ല കേവ് കംപ്ലീറ്റ്ലി ആ റീജിയനിൽ തന്നെയാണെങ്കിൽ അങ്ങനത്തെ റീജിയനാണ് നമ്മൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കാം, ഇതാണ് നമ്മളെ റീജിയൻ. ഇവിടെ ഇപ്പൊ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കേവ് വരയ്ക്കാം അല്ലെ. ഇവിടെ രണ്ട് പോയിന്റ് ആണ്, നമുക്ക് സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ റീജിയന്റെ നമ്മൾ വരയ്ക്കുന്ന ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു റീജിയൻ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വരിക അല്ലെ. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കേസ് എടുത്തു നോക്കാം. ഈ കേസിൽ ഇവിടെ ഒരു നടുവിലൊരു ഹോൾ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്ത റീജിയന് നടുവിലായിട്ട് ഒരു ഹോൾ കാണും അല്ലെ. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് ഇവിടെയും, നേരത്തെ നമ്മൾ ഇത് കണക്ട് ആണോ അല്ലേ നോക്കാൻ വേണ്ടി എന്താ പറഞ്ഞാൽ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കേവ് വരയ്ക്കാൻ കഴിഞ്ഞാൽ എന്തായി, അത് കണക്റ്റഡ് റീജിയൻ ആവും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു സിമ്പിൾ കേവ് കിട്ടി. പക്ഷെ എന്താണ്, ആ സിമ്പിൾ കേവ് കംപ്ലീറ്റ്ലി നമ്മളെ റീജിയനിലല്ല കിടക്കുന്നത് അല്ലെ. നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായി, അതിന്റെ റീജിയന്റെ പുറത്തേക്ക് വരും. പക്ഷെ എന്താണ് നമ്മളൊരു കണക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരൊറ്റ കേവ് വരയ്ക്കാൻ കഴിഞ്ഞാൽ മതി നമുക്ക് അതിനെ കണക്ട് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സിമ്പിൾ കേവ് വരയ്ക്കാൻ പറ്റും അല്ലെ. അത് കംപ്ലീറ്റ്ലി നമ്മളുടെ എവിടെയാണ് കിടക്കുന്നത്, നമ്മളുടെ റീജിയന്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇതും കണക്റ്റഡ് ആണ്. പക്ഷെ അപ്പോഴാണ് ഇതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. കാരണം ഇവിടെ നടുവിലൊരു ഹോൾ ഉണ്ട്. അപ്പൊ ഇവിടെ ചില സമയങ്ങളിൽ ഇത് കണക്റ്റഡ് തന്നെയാണ്, ഏത് രണ്ട് പോയിന്റ് വന്നാലും നമുക്ക് കണക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഏതൊരു കേവ് വരച്ചു കഴിഞ്ഞാലും ഈ രണ്ട് പോയിന്റിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏത് രണ്ട് പോയിന്റ് വരച്ചു കഴിഞ്ഞാലും ആ കേവ് കംപ്ലീറ്റ്ലി നമ്മളെ റീജിയനിൽ തന്നെ കിടക്കണം ഇല്ല അല്ലെ. ഇതിപ്പോ ഇത് രണ്ടുമാണ് നമ്മളെ പോയിന്റ് എങ്കിൽ ഈ പോയിന്റിനെ കൂട്ടിമുട്ടുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ കുറച്ച് ഭാഗങ്ങൾ അതിന്റെ റീജിയന്റെ ഔട്ട് സൈഡ് കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ രണ്ട് റീജിയൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാണ്, അതാണ് സിമ്പിൾ കണക്റ്റഡ്. സിമ്പിൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആ റീജിയനിൽ എവിടെ വേണമെങ്കിലും ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേവ് ക്ലോസ്ഡ് ആയിട്ടുള്ള കേവ് വരച്ചിട്ട് അതിനെ എങ്ങനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവന്നാൽ, എത്ര ചുരുക്കി ഒരു പോയിന്റിലേക്ക്, നമ്മൾ അതിലൊരു ക്ലോസ്ഡ് കേവ് ഉണ്ട്, അതിനെങ്ങനെ ചുരുക്കി നമ്മൾ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ പോയിന്റ് റീജിയനിൽ തന്നെ കിടക്കണം. അപ്പൊ ഏതൊരു ക്ലോസ്ഡ് കേവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഷ്രിങ്ക് ചെയ്ത് ഒരു പോയിന്റിലേക്ക് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് വേണം, ആ പോയിന്റ് നമ്മളുടെ റീജിയനിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സിമ്പിൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറയാം. അപ്പം കണ്ടോ, നമ്മൾ എടുത്ത ഈ ഒരു റീജിയൻ നോക്കാം. ഓക്കെ, ഈ ഒരു റീജിയനിൽ നമ്മൾ
എന്താണ് ഇതാ ഇവിടെ എന്ത് ചെയ്തു, നമ്മളൊരു കണക്ട് എന്താണ് ക്ലോസ്ഡ് സിമ്പിൾ കേവ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കേവ് വരച്ചു. ഇതിനെ നമ്മൾ ശ്രിങ്ക് ചെയ്ത് ചുരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു പോയിന്റിലേക്ക് ആയിരിക്കും ചുരുങ്ങി വരും അല്ലേ. പക്ഷെ ആ പോയിന്റ് എന്താണ് നമ്മളുടെ റീജിയനിലല്ല കിടക്കുന്നത്, നമ്മളെടുത്ത റീജിയനിലല്ല കിടക്കുന്നത്. അപ്പോൾ ഇതെന്തല്ല സിമ്പിൾ കണക്റ്റഡ് റീജിയൻ അല്ല. പക്ഷെ ഇതെന്താണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് സിമ്പിൾ കണക്റ്റഡ് ആണ്. കാരണം എന്താണ്, അതിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഏതൊരു ക്ലോസ്ഡ് കേവ് വരച്ചു കഴിഞ്ഞാൽ അതിനെ ചുരുക്കി കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് പോകും. പക്ഷെ ആ പോയിന്റ് ആ റീജിയനിൽ തന്നെ കിടക്കും. ഓക്കെ, അതേപോലെ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നോക്കുക. ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കേവ് വരച്ചു. അതിനെ ശ്രിങ്ക് ചെയ്ത് ചുരുക്കി കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്, ഇവിടേക്കായിരിക്കും ചുരുങ്ങുക. അത് ആ പോയിന്റ് നമ്മളെ റീജിയന്റെ പുറത്തായിരിക്കും കിടക്കുക. ഓക്കെ, ഇവിടുത്തെ റീജിയൻ എന്താ, ഇവിടെ 2 ഹോള് നടുവിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പുറമെയുള്ള ഈ റീജിയനാണ് നമ്മൾ എടുക്കുന്ന റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ കണക്ടറിന് എന്ത് പറഞ്ഞാൽ മതി, ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കേവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ശ്രിങ്ക് ചെയ്ത് ഒരു പോയിന്റിലേക്ക് ചുരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശ്രിങ്ക് ചെയ്താലും ആ പോയിന്റ് ആ റീജിയനിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് സിമ്പിൾ കണക്ടഡ് റീജിയൻ എന്ന് പറയും. അല്ലെങ്കിൽ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ആ ഒരു കണ്ടിട്ടില്ല, പക്ഷെ മറ്റു ചില ബുക്കുകൾ കണ്ടിട്ടുണ്ട്. എന്താ ഒരു റീജിയൻ സിമ്പിൾ കണക്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ റീജിയനിലെ ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഏത് കേവ് വരച്ചു കഴിഞ്ഞാലും ആ കേവ് കംപ്ലീറ്റ്ലി എന്തിലേക്ക് പോകണം, ആ റീജിയനിൽ തന്നെ കിടക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് സിമ്പിൾ കണക്റ്റഡ് എന്നുള്ള ഡെഫിനിഷൻ കൂടി ഉണ്ട്. ഇപ്പൊ ഇവിടെ എടുക്കുക, നമ്മൾ ഈ ഒരു കേസ് എടുത്ത കേസിലാണെങ്കിൽ നമ്മളെ 2 പോയിന്റ് ഇതാ, ഫസ്റ്റ് പോയിന്റ് ഇവിടെയും സെക്കൻഡ് പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ കേവ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഏത് കേവ് വരച്ചാലും ആ കേവ് കംപ്ലീറ്റ്ലി നമ്മളെ റീജിയനിൽ കിടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സിമ്പിൾ കണക്റ്റഡ് റീജിയൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ 2 പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു കേവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കേവ് വരയ്ക്കാം, ആ റീജിയനിൽ കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കേവ് എയും ബിയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ റീജിയൻ സിമ്പിൾ കണക്റ്റഡ് അല്ല എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ എൻഫോൾഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു റീജിയൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ഹോൾ ഇടാണ് അല്ലെ. ഇവിടെ ഇപ്പോൾ ഈ ഒരു റീജിയൻ നമ്മൾ കംപ്ലീറ്റ്ലി എടുത്തു. ആ റീജിയനിൽ ആകെ നമുക്കുള്ളത് എന്താണ്, ഇതാണ് നമ്മൾ റീജിയൻ എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒറ്റ ഹോളേ ഉള്ളൂ. അപ്പോ ഈ ഒരു ഹോൾ ഉള്ളതിനെ നമ്മൾ പറയുന്നതിനാണ് 2 ഫോൾഡ് കണക്റ്റഡ് എന്നാണ് പറയാ. ഫോർ എക്സാമ്പിൾ ഒരു റീജിയൻ ഉണ്ട്, അവിടെ n-1 ഹോൾസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ n ഫോൾഡ് എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ നമുക്കുള്ള എത്രയാണ് 2-1 ഹോള് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ 2 ഫോൾഡ് കണക്റ്റഡ് റീജിയൻ എന്നാണ്, 2 ഫോൾഡ് കണക്റ്റഡ് റീജിയൻ എന്നാണ് പറയാം. ഇവിടെ നമുക്ക് 2 ഹോൾസ് ആണുള്ളത്. ഈ 2 ഹോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ 3 ഫോൾഡ് കണക്റ്റഡ് റീജിയൻസ് എന്നാണ് പറയാം. ഓക്കെ, ഇതാണ് ഇതിന്റെ റീജിയൻസിന്റെ ഒരു ടൈപ്പ് ഓഫ് റീജിയൻസ് നമ്മൾ വേർതിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മളെ പോയിന്റിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മളൊരു വെക്ടർ ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതിന്റെ ലൈനിലും സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഇതിന്റെ അപ്ലിക്കേഷൻ ഫോമിൽ വേണ്ടി കുറച്ച് കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. എപ്പോഴാണ് ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആവുക? ഓക്കെ, ഒരു വെക്ടർ ഫീൽഡ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അതുപോലെ ഗ്രേഡിയന്റ് ഓഫ് എ സ്കാലർ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ 2 കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ല എന്ന് പറയാം. എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ വെക്ടർ ഫീൽഡ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫ് എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ അവിടെ ഒരു സ്കാലർ ഫംഗ്ഷൻ, നമ്മൾ ഫൈ എന്ന് വിളിക്കുന്ന ആ സ്കാലർ ഫംഗ്ഷനെ, അപ്പൊ എഫ് എന്ന് പറഞ്ഞ വെക്ടർ ഫീൽഡിനെ നമ്മൾ കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് കാണാൻ വേണ്ടി അവിടെ ഒരു സ്കാലർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് എന്താണ് ആ സ്കാലർ ഫംഗ്ഷൻ ചെയ്യേണ്ടത്, ആ സ്കാലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈ എന്ന് പറഞ്ഞ സ്കാലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കാണാൻ നമ്മൾ പഠിച്ചതാണ്. ഇനി പ്രത്യേക ഇക്വേഷൻ ഉണ്ടായിരുന്നു, മുന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. അപ്പൊ ആ ഫൈന്റെ ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞാൽ എഫ് കിട്ടുകയാണെങ്കിൽ എഫ് ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് ഒരു വെക്ടർ ഫീൽഡ് എഫിനെ കൺസർവേറ്റീവ് എന്ന് പറയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അവിടെ ഒരു ഫൈ എന്ന് പറഞ്ഞ സ്കാലർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. ആ സ്കാലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എഫ് ആയിരിക്കണം കിട്ടുന്നത്.
ഓക്കെ, നമുക്കൊരു സ്കാലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കഴിഞ്ഞാൽ അതൊരു വെക്ടർ ഫംഗ്ഷനിലേക്ക് പോകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്കാലാർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ആ വെക്ടർ ഫീൽഡിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്കാലാർ ഫംഗ്ഷനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് ഫംഗ്ഷൻ എഫിന്റെ 2 or 3 സ്പേസിലായാലും വേണ്ടില്ല, അതിനെ കൺസർവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം, ഒരു സ്കാലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് ഈ എഫിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്കാലാർ ഫംഗ്ഷൻ, ആ എഫിനെ കൺസർവേറ്റീവ് ആവുന്ന കറസ്പോണ്ടിങ് സ്കാലാർ ഫംഗ്ഷൻ, ഏത് സ്കാലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുത്താലാണോ എഫ് കിട്ടുന്നത്, ആ സ്കാലാർ ഫംഗ്ഷനാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്കൊരു വെക്ടർ ഫീൽഡ് ഉണ്ട് എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞത് എന്താണ്, YI പ്ലസ് XJ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും, അപ്പൊ ഇത് കൺസർവേറ്റീവ് ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്കൊരു സ്കേലാർ ഫംഗ്ഷൻ പറയാൻ കാരണം ആ സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കാണണം. ആ ഗ്രേഡിയന്റ് കാണുമ്പോൾ എങ്ങനെയാണ്, ഡെൽഫൈ എടുത്തു കഴിഞ്ഞാൽ ഫൈ, അപ്പോൾ ഫൈ ഇവിടെ ഫൈ ഓഫ് എക്സ് വൈ എന്ന് എടുത്തു, അതിന്റെ ഡെൽഫൈ കാണാണ്. ഡെൽഫൈ എന്തായിരുന്നു, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ആയിരുന്നു. അപ്പം ഡോ ഫൈ ബൈ ഡോ എക്സ് കഴിഞ്ഞാൽ YI വരും, ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വരും. അപ്പം YI പ്ലസ് XJ, അത് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ കിട്ടി. അപ്പം നമ്മളുടെ എഫ് എന്ന് പറയുന്ന YI പ്ലസ് XJ എന്ന് പറയുന്ന വെക്ടർ ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് വൈ XY ആണ്. ഓക്കെ, അപ്പൊ എന്തായി, എഫ് ഒരു കൺസർവേറ്റീവ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്താ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കൊരു വെക്ടർ ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇതിപ്പോ നമുക്ക് നമ്മളെ കയ്യിൽ എന്ത് കിട്ടി, ഒരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ടായിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്കാലാർ ഫംഗ്ഷൻ തന്നു. അപ്പൊ നമുക്ക് എല്ലാ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ എന്തായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മളെ കയ്യിലുള്ള വെക്ടർ ഫീൽഡ് തന്നു കഴിഞ്ഞാൽ അത് കൺസർവേറ്റീവ് ഫീൽഡാണോ, അതിനൊരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് തിയറാണ് കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ എഫ് എന്ന് നമ്മളിവിടെ 3 സ്പേസിലാണ് കാണുന്നത്, R3 ആണ് എടുക്കുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡ് ആണ്. അപ്പൊ അതിന് എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ, വൈ കമ്പോണന്റ് ഫംഗ്ഷൻ, സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ ഉണ്ടാവും. എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ P ആണ്, വൈ കമ്പോണന്റ് ഫംഗ്ഷൻ Q ആണ്, സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ R ആണ്. ഓക്കെ, അതൊക്കെ 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് പറയുന്നത് ഈ ഒരു കമ്പോണന്റ് ഫംഗ്ഷൻ വി എ ഫീൽഡ് ഹൂസ്, ഇതിന്റെ എല്ലാ കമ്പോണന്റ് ഫംഗ്ഷൻസും ഒക്കെ കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ, ഈ പിക്കും ക്യൂക്കും ആറിനും എല്ലാം കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫിനെ കൺസർവേറ്റീവ് എന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്, അവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. എക്സ് കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, വൈ കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കണം, ആൻസർ ഈക്വൽ ആവണം. സിമിലർലി ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഈക്വൽ ഡോ ആർ ബൈ ഡോ വൈ ആവണം. അതുപോലെ തന്നെ ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ് ആവണം. അപ്പൊ ഇതൊരു സിമ്പിൾ മെത്തേഡാ തന്നിരിക്കുന്നത്. നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, അത് കൺസർവേറ്റീവ് ആണോ അല്ലേന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പൊ വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ, ആദ്യം ഡോ പി ബൈ ഡോ വൈ കാണാം, ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണാം, അത് ഈക്വൽ ആണോ നോക്കുക. അതേപോലെ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കാണുകയാണ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളെ കയ്യിലുള്ള വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പ്രൂഫ് ഇതിൽ പൈതേ കൊടുത്തിട്ടുള്ളൂ, പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, അതിന്റെ എളുപ്പമാണ്, ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ നമ്മളൊരു തിയറം കണ്ടു, എന്ത്, ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ് അല്ലെ, ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ല അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ എളുപ്പത്തിനൊരു തിയറം കണ്ടു. ഇത് പിന്നെ നമുക്ക് ആ കൊറോളറി ആണ്. കൊറോളറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തിയറത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ കൊറോളറി എന്ന് പറയുന്നത്. സോ കൊറോളറി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എഫ് എന്ന് പറഞ്ഞ നമ്മുടെ വെക്ടർ ഫീൽഡ് ആണ്, പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ, ടു വേരിയബിൾ ആണ്. സോ അതൊരു വെക്ടർ ഫീൽഡ് ആണെങ്കിൽ അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ ഒക്കെ കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പൊ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്, എന്തായാലും മതി, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യം സാധിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ആ 3 വേരിയബിൾ കേസായിരുന്നു തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 2 വേരിയബിൾ ആണ്, ശ്രദ്ധിക്കാം.
ഇതേപോലെ കൊറോളറി 2 എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 3 വേരിയബിളിലെ കേസാണ് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് നമ്മളുടെ വെക്ടർ ഫീൽഡാണ്. അതിന്റെ എല്ലാ എക്സ് വൈ സെഡ് കമ്പോണന്റ് ഫംഗ്ഷനുകൾക്കൊക്കെ എന്താണ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ തന്നെ ഒരു എക്സാമിന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തായാലും കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കമ്പോണന്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള വെക്ടർ ഫീൽഡുകളായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. എഫ് കൺസർവേറ്റീവ് ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫിന്റെ കേൾ ഓഫ് എഫ് 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു വെക്ടർ ഫീൽഡിന്റെ കേളൊക്കെ വെക്ടർ വാല്യൂ ഫംഗ്ഷന്റെ കേൾ കാണാൻ നമ്മൾ പഠിച്ചായിരുന്നു ഡെൽ ക്രോസ് എഫ് ആയിരുന്നു ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, അത് കൺസർവേറ്റീവ് ആണോ നോക്കാനുള്ള ഒരു സെക്കൻഡ് മെത്തേഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ആ വെക്ടർ ഫീൽഡിന്റെ കേൾ കണ്ടു കഴിഞ്ഞാൽ 0 കിട്ടുന്നുണ്ടോ ടെസ്റ്റ് ചെയ്താൽ മതി. കേൾ എഫ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ കേൾ ഓഫ് എഫ് കാണാൻ നമുക്ക് ഡെൽ ക്രോസ് എഫ് ആയിരുന്നു. ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഓപ്പറേറ്റർ ആണ്, ക്രോസ് എഫ് ആണ്. അപ്പം ക്രോസ് എഫിന്റെ പി എ ക്യു ജെ ആർ കെ, സോ ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നു, അതിനുവേണ്ടി നമ്മൾ ഡിറ്റർമിനന്റ് കാണുന്നു, ഐ ജെ കെ ജി ഡെല്ലിന്റെ എക്സ് വൈ സെഡ് കമ്പോണൻസ് എഫിന്റെ എക്സ് വൈ സെഡ് കമ്പോണൻസ് കൊണ്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് 0 ആവും. അപ്പൊ നമ്മളെന്താ, നമ്മളിത് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ നമുക്ക് ഈ കേൾ എഫ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇവിടെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ 2 ടേം മൈനസ് ചെയ്യുന്നു, ഇവിടെയും 2 ടേം മൈനസ് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 ടേം മൈനസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനുകളിൽ ഇതിന്റെ ഈ 2 ടേമുകൾ ഈക്വൽ ആയി കഴിഞ്ഞാലാണ്, ഈ കാണുന്ന 3 ടേമുകളിലെ എല്ലാ 2 ടേമുകളും തമ്മിൽ ഈക്വൽ ആയി കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ഒരു കണ്ടീഷൻ തിയറം പറഞ്ഞത് ഇത് കണ്ടോ, ഡോ ആർ ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഈക്വൽ ആണ്. എന്തിന്, ഇത് ഈ 3 കണ്ടീഷൻ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, എഫ് ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടേമുകളൊക്കെ തന്നെയാണ് ഇവിടെ ഓരോ എക്സ് വൈ സെഡ് കമ്പോണന്റ് ഫംഗ്ഷനിൽ നമ്മൾ മൈനസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് 0 വരണം. അപ്പൊ ഇവിടുന്ന് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫസ്റ്റ് തിയറം ഉപയോഗിച്ചിട്ട് എന്ത് പറയാം, എഫ് എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആ എഫിന്റെ കേൾ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ റിമാർക്ക് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കൂടെ പറയാം. അപ്പൊ നമ്മുടെ പ്രോബ്ലം 1 എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഷോ ദാറ്റ് എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് ഉണ്ട്, എഫ് ഈസ് ഇക്വൽ ടു ഇ റേസ് എക്സ് കോസ് വൈ പ്ലസ് വൈ സെറ്റ് ഐ ആണ്. എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് എക്സ് കോസ് വൈ പ്ലസ് വൈ സെറ്റ് ആണ്. നമ്മുടെ വെക്ടർ ഫീൽഡിലെ വൈ കമ്പോണന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സെറ്റ് മൈനസ് ഇ റേസ് എക്സ് സൈൻ വൈ ആണ്. അതേപോലെ സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് സെറ്റ് ആണ്. ഈസ് കൺസർവേറ്റീവ് ആൻഡ് ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ ഇത് കൺസർവേറ്റീവ് ആകുന്നുണ്ട്. നമുക്കറിയാം ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ അതിനൊരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടാലായിരിക്കണം അതെന്ത് ഈക്വൽ ആവേണ്ടത്, അത് എഫിന് ഈക്വൽ ആവേണ്ടത്. അപ്പോൾ നമുക്ക് ഈ എഫ് കൺസർവേറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പൊ ഷുവർ ആയിട്ടും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, എങ്കിൽ മാത്രമേ അത് കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടെത്താൻ പോവാണ്. സോ അപ്പോൾ ഇതിന്റെ പി എക്സ് വൈ സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ എഴുതാവും. പി ആണ് എന്റെ എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ, അത് എഴുതി. ക്യൂസ് ഇത് വൈ കമ്പോണന്റ് ഫംഗ്ഷൻ, സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ട, കണ്ടീഷൻസ് ഒക്കെ വേണം. അതിന് വേണ്ടി നമ്മളുടെ കറസ്പോണ്ടിങ് ആ കണ്ടീഷനിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ കാണാനാണ്. എക്സ് കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് വൈയിലായിരുന്നു പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഇ പവർ എക്സ് സൈൻ വൈ പ്ലസ് സൈൻ സെറ്റ് അല്ലെ. പി എന്തായിരുന്നു, ഇതിനെ വിത്ത് റെസ്പെക്ട് വൈയിലാണ് ചെയ്യുന്നത്, കോസിനെ മാത്രം ചെയ്താൽ മതി, സൈൻ വൈ ആവും, മൈനസ് അവിടെ ഒന്നും, ഇവിടെ വൈ ചെയ്യുന്നതുകൊണ്ട് വൈ പോയിട്ട് സെറ്റ് മാത്രമാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡോ ക്യൂ ബൈ ഡോ എക്സ് ചെയ്യുന്നു. ഡോ ക്യൂ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് വരും, ഈ മൈനസ് സൈൻ വൈ. അപ്പോൾ എന്തായി ഈ ഒരു സാധനം ഡോ പി ബൈ ഡോ വിയും ഡോ ക്യൂ ബൈ ഡോ എക്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ ഈക്വൽ ആയി. സിമിലർലി ആ 3 കണ്ടീഷൻ ഈക്വൽ ആവുക നോക്കുക. എന്ത് ചെയ്താൽ മതി, ആ എഫിന്റെ എക്സ് വൈ സെറ്റ് കമ്പോണന്റ് ഫംഗ്ഷനുകൾ എടുത്തിട്ട് ആ കണ്ടീഷനിൽ പറയുന്ന പോലെ തന്നെ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണോ വൈ ആണോ സെറ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി ചെയ്തിട്ട് ആ പാർഷ്യൽ ഡെറിവേറ്റീവ് ആ കണ്ടീഷനിൽ പറഞ്ഞ പോലെ ആ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തമ്മിൽ ഈക്വൽ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി, എഫ് എന്താണ്, അത് നമ്മളെ കൺസർവേറ്റീവ് ആണ് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഡെൽ ഫൈ ഈസ് ഇക്വൽ ടു എഫ് ആണ്. അപ്പോൾ ഡെൽ ഫൈ ഈസ് ഇക്വൽ ടു എഫ് ആണ്, അതാണ് നമുക്കറിയാം അല്ലെ. നമ്മളുടെ സ്കേലാർ ഫംഗ്ഷനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, പക്ഷെ എന്താ മാത്രം നമുക്ക് ആകെയുള്ള ഒരു കണ്ടീഷൻ എന്താ, അതിന്റെ ആ സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വെക്ടർ ഫീൽഡിൽ എഫ് ആയിരിക്കണം.
അപ്പം ഡെൽ ഫൈ ഈക്വൽ എഫ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ ബൈ ഡോ ഫൈ ബൈ ഡോ വൈ ജെ ഡോ ഫൈ ബൈ ഡോ സെറ്റ് കിട്ടും. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കാൻ ഡോ ഫൈ ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ പി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. ഡോ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡോ ഫൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ ആവും. പിന്നെ പിന്റെ ഫംഗ്ഷൻ ഏതാണോ എക്സ് കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സിമിലർലി വൈ കമ്പോണന്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. എവിടേക്ക് ഇന്റഗ്രേഷൻ ആണ്, ഇവിടെ ഫൈ കിട്ടാൻ വേണ്ടി വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഫൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ ഫൈ അല്ല ഡെൽ ഫൈനെ നമ്മൾ ഡോ ഫൈ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈ വരും. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് വരാൻ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഒറ്റ തവണ ഡോ ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈ കിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ലിമിറ്റ് അറിയില്ല ഇന്റഗ്രേഷന്റെ. അപ്പോൾ അവിടെ അനുസരിച്ച് അവിടെ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. അപ്പോൾ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ചെയ്യുന്നതുകൊണ്ട് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് വൈ സെഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൈനെ കിട്ടുക, ഫൈ ഈക്വൽ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും, അത് വിത്ത് റെസ്പെക്ട് ടു ഇൻ ടേംസ് ഓഫ് വൈയിലായതുകൊണ്ട് എക്സ് സെഡിലായിരിക്കും വരിക. അപ്പൊ സിമിലർലി ഇവിടെയും കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ ആ കോൺസ്റ്റന്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ഡോ ഫൈ ബൈ ഡോ എക്സ് കാണാണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പി ആണ് കിട്ടുക. പി എന്ന് പറഞ്ഞാൽ ഇ റൈസ് എക്സ് കോസ് ഫൈ പ്ലസ് വൈ സെഡ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ ഡോ ഫൈ ബൈ ഡോ വൈ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ വൈ കമ്പോണന്റ് ഫംഗ്ഷൻ കിട്ടും, ക്യൂ ആയിരിക്കും വരിക. അതുപോലെ ഡോ ഫൈ ബൈ ഡോ സെഡ് എന്ന ആറായിരിക്കും വരിക. അതിന് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് വൈനെ ഇ റൈസ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് എക്സ് കോസ് ഫൈനെ കോൺസ്റ്റന്റ് എടുക്കുന്നത്. അപ്പോൾ ഇ റൈസ് എക്സ് കോസ് വൈ പ്ലസ് ഇവിടെ വൈ സെഡിനാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ് മാത്രമാണ് എക്സ്ട്രാ വരിക. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് വരും. പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് എക്സിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് വൈ സെറ്റിലായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇവിടെ ഫൈ ഓഫ് എക്സ് വൈ കിട്ടി. അപ്പൊ നമുക്ക് അതിന്റെ ഏകദേശ രൂപം കിട്ടി. പക്ഷെ നമുക്ക് ആ കോൺസ്റ്റന്റിനെ കുറച്ചുകൂടി 3 ഇക്വേഷൻസ് ഉള്ളതുകൊണ്ട് കോൺസ്റ്റന്റ് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. പിന്നെ നമുക്കറിയാം ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ മൈനസ് ഇ റൈസ് എക്സ് സൈൻ വൈ പ്ലസ് എക്സ്. ഓക്കെ, ഇനി ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡോ ഫൈ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫൈനെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ആൻസർ നമുക്കറിയാം. അവൻ ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇ റൈസ് എക്സ് സൈൻ വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ എന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ ഈക്വൽ ആണ്. അപ്പൊ തേർഡ് ടേം എന്ന് പറയുന്നത് ഈ ഒരു ഫിഫ്ത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഈ എക്സ് സെഡ് ടേം ഇവിടെ ഉണ്ട്, മൈനസ് ഇ റൈസ് സൈൻ വൈയും ഇവിടെ ഉണ്ട്. പക്ഷെ ഡോ ജി ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ അതൊരു ഡോ ജി ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, 0 ആയിരിക്കണം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടേം ഇല്ലാത്തത്. അപ്പൊ ജി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സിലെല്ലാം നമുക്ക് നേരത്തെ കിട്ടി. ജി എന്ന് പറഞ്ഞാൽ വൈ സെഡ് ആയിരുന്നു. പക്ഷെ അതിന് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ 0 ആണ് വരുന്നത്, മനസ്സിലായി. അപ്പോൾ ജി ഓഫ് വൈ സെഡ് എന്ന് പറയുന്ന നമ്മളെ കോൺസ്റ്റന്റ് ഈ ഒരു സെഡ് എന്ന ടേം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടി. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആ സെഡ് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ കിട്ടാൻ വേണ്ടി നമ്മൾ നമുക്കൊരു മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് ഫിഫ്ത്ത് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും, നമ്മളെ ജി എന്ന് പറയുന്നത് ഇപ്പൊ സെഡിൽ മാത്രമായിരുന്നു. അപ്പൊ ഡോ ഫൈ ബൈ ഡോ സെറ്റ് എക്സ് വൈ പ്ലസ് ഡി എസ് ബൈ ഡി സെറ്റ് വരും. നമുക്ക് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഇവിടെ എന്തായിരുന്നു കിട്ടിയിരിക്കുന്നത്, എക്സ് വൈ പ്ലസ് സെറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇ റൈസ് എക്സ് വൈ കോസ് വൈ പ്ലസ് എക്സ് വൈ സെറ്റ് പ്ലസ് എച്ച് ഓഫ് സെറ്റ് എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഈ 6th ഇക്വേഷൻ എന്നിട്ട് സെറ്റിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുകയാണ്. അപ്പം ഡോ ഫൈ ബൈ ഡോ സെറ്റ് വരുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് നമ്മളെ ഡോ ഫൈ ബൈ ഡോ സെറ്റ് നേരത്തെ നമ്മൾ കണ്ടെത്തിയായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന എന്തു, ഇവിടെ ഡി എച്ച് ബൈ ഡി സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം, അത് 0 അതും 0ലേക്കാണ് പോകുന്നത്. അതനുസരിച്ച് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കിട്ടി, ഇപ്പം സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കിട്ടി. അപ്പോൾ നമ്മൾ ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് വെറും എന്താണ്, എക്സിനും വൈനും സെഡിനും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സ്കാലാർ കോൺസ്റ്റന്റ് മാത്രമാണ്. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടി ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് നമ്മളുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റൈസ് എക്സ് കോസ് വൈ പ്ലസ് എക്സ് വൈ സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓരോ സമയത്ത് നമ്മളിങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ടേമുകളൊക്കെ കൂടുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സിമിലർലി നമുക്കൊരു പ്രോബ്ലം 2 എന്ന് പറഞ്ഞത് ഷോ ദാറ്റ് ദ ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു സെഡ് പ്ലസ് വൈ ഐ പ്ലസ് സെഡ് ജെ പ്ലസ് വൈ പ്ലസ് എക്സ് കെ ആണ്.
ഈസ് നോട്ട് കൺസർവേറ്റീവ് എന്നാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് നോട്ട് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തീർത്ത് പഠിച്ചിട്ടുണ്ട് ഇത് 3 വേരിയബിൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതില് നമ്മൾ ആ കണ്ടീഷനിൽ ഏതെങ്കിലും ആ 3 കണ്ടീഷനും ഓക്കെ ആയാൽ മാത്രമേ എന്താവുള്ളൂ ഇതിനെ കൺസർവേറ്റീവ് എന്ന് പറയുള്ളൂ. നമ്മൾ ഫസ്റ്റ് തീരത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പൊ ആ ഫസ്റ്റ് തീരത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എഫ് കൺസർവേറ്റീവ് അല്ല എന്നുള്ളത് നമുക്ക് പ്രൂഫായി. സോ അത് മാത്രം വെച്ച് നമുക്ക് പറയാം, ആ തീരം വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പി വൈ പ്ലസ് സെറ്റ് ആണ്, ക്യൂ സെറ്റ് ആണ്, ആർ ഈസ് ഈക്വൽ വൈ പ്ലസ് എക്സ് ആണ്. ഡോ പി ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഉം ഡോ ക്യൂ ബൈ ഡോ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ഇത് രണ്ടും ഈ രണ്ട് ടേമുകൾ ഈക്വൽ ആവേണ്ടത് നമ്മുടെ തീറ പ്രകാരം എഫ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ആണ്. സോ അത് തെറ്റിയോണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് നോട്ട് കൺസർവേറ്റീവ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മളിവിടെ കാര്യമായിട്ട് പറഞ്ഞത് ആ റീജിയന്റെ കണക്ടിവിറ്റി ആയിരുന്നു, അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രോപ്പർട്ടി പഠിക്കുക. പിന്നെ നമുക്ക് ഒരു വെക്ടർ ഫീൽഡിനെ കൺസർവേറ്റീവ് ആണെന്ന് എപ്പോഴാണ് പറയാന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒന്നുമില്ല, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടാവണം. ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആണ് നമ്മുടെ വെക്ടർ ഫീൽഡെങ്കിൽ നമ്മൾ ആ വെക്ടർ ഫീൽഡിന് എന്ത് പറയും, നമ്മളതിന്റെ വെക്ടർ ഫീൽഡ് നമുക്ക് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മൾ കാര്യമായിട്ട് വേണ്ടത്. നമുക്ക് ഇനി ഫർദറുള്ള മൂവ്മെന്റ് നമുക്ക് വേണ്ടി വരുന്ന കൺസെപ്റ്റുകളാണ്. സോ ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ഒരു പാത്ത് ഇൻഡിപെൻഡൻസ് എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡിന്റെ പാത്ത് ഇൻഡിപെൻഡൻസ് എന്നൊരു കൺസെപ്റ്റ് കൂടി വരും. അതുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ എന്താ ലൈൻ ഇന്റഗ്രൽ എന്നുള്ള ടോപ്പിക് നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം.